ഒക്ടോബർ മാസം തൗഫീഖ് ഷൗക്കത്തിന്റെയും ഹീന കൗസറിന്റെയും വിവാഹം ആ മാസത്തിലാണ് നടക്കുന്നത്. അതായത് 2023 ഒക്ടോബർ മാസം. വളരെ ആർഭാടപരമായിട്ടുള്ള ഒരു കല്യാണമായിരുന്നു അത്. രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടെ നടക്കുന്ന ഒരു ലവ് ആൻഡ് അറേഞ്ച് മാരേജ് ആയിരുന്നു ഹീന കൗസറിന്റെതും തൗഫീഖ് ഷൗക്കത്തിന്റെതും. വളരെ ആർഭാടമായിട്ടുള്ള കല്യാണം തന്നെയായിരുന്നു. കാരണം രണ്ട് കുടുംബക്കാരും ആ നാട്ടിൽ അറിയപ്പെടുന്ന കുടുംബമായിരുന്നു. ഈ തൗഫീഖ് എന്ന് പറയുന്നത് വീട്ടിനടുത്ത് തന്നെയുള്ള ഹീന കൗസറിനെ വൺ സൈഡ് ആയിട്ട് കുറച്ച് നാളായിട്ട് പ്രണയിക്കുകയായിരുന്നു. ഏറെ നാൾ ആ പ്രണയം നീണ്ടു പോകുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ഹീനയോടാണെങ്കിൽ തൗഫീഖിന് ഇത് പറയാനുള്ള ധൈര്യവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറച്ചു നാള് ഈ പ്രണയം വൺ സൈഡ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം തൗഫീഖ് കരുതുകയാണ് ഇനി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, തനിക്കാണെങ്കിൽ ഹീനനെ വിവാഹം കഴിക്കണം, അതുകൊണ്ട് ഈ കാര്യം വീട്ടുകാരോടൊന്ന് അവതരിപ്പിക്കാൻ വിചാരിക്കുകയാണ്. വീട്ടിലെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. വീട്ടുകാര് ഈ ഹീനയുടെ വീട്ടുകാരെ കുറിച്ചും ഹീനയുടെ സ്വഭാവത്തെ കുറിച്ചൊക്കെ അന്വേഷിക്കുകയാണ്. അപ്പൊ വളരെ നല്ല അഭിപ്രായമായിരുന്നു ഹീനയുടെ സ്വഭാവത്തിനെ കുറിച്ച് വീട്ടുകാർക്ക് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഹീനയുടെ വീട്ടുകാരെ കുറിച്ചും അത്യാവശ്യം നല്ല അഭിപ്രായം തന്നെയായിരുന്നു നാട്ടുകാർക്ക് പറയാനുണ്ടായിരുന്നത്. കാരണം അത്യാവശ്യം സമൂഹത്തിൽ ഉയർന്ന സ്ഥിതിയിൽ നിൽക്കുന്ന വീട്ടുകാർ, അതുപോലെ തന്നെ മറ്റുള്ളവരെ നന്നായിട്ട് പെരുമാറുന്ന വീട്ടുകാരാണ്. ഹീനയെ കുറിച്ചും അതുപോലെ തന്നെയാണ്. നല്ല അടക്കവും ചിട്ടയുള്ള ഒരു കുട്ടിയാണ്, മറ്റു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് ഈ തൗഫീഖിന്റെ വീട്ടുകാർ ഹീനയുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുകയാണ്. ഹീനയുടെ വീട്ടുകാർക്ക് ഉടനെ കല്യാണം നടത്തുന്നതിനോടൊന്നും വലിയ താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ തൗഫീഖിന്റെ വീട്ടുകാർക്ക് ഉടൻ തന്നെ വിവാഹം നടത്തണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഹീനയോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് ഹീന നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല സെറ്റിൽ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്, മറ്റ് ബാധ്യതയും കാര്യങ്ങളൊന്നും ഇല്ല, സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു കുടുംബം, അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ജോലിയും തൗഫീഖിനുണ്ട്. ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് തൗഫീഖ് ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളും കിട്ടുന്നുണ്ടായിരുന്നു. വീട്ടിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാഹചര്യമാണ്. തന്റെ ലൈഫ് സെറ്റായി എന്ന് തന്നെ ഹീന കരുതുകയാണ്. തൗഫീഖിന് 24 വയസ്സും ഹീനയ്ക്ക് 19 വയസ്സുമായിരുന്നു ഉണ്ടായിരുന്നത്. 24 വയസ്സ് തൗഫീഖിന് ഉള്ളതെങ്കിലും തൗഫീഖ് ആണെങ്കിൽ അത്യാവശ്യം ആ ഏജിനേക്കാളും കൂടുതലായിട്ട് ആൾക്കാർ ചിന്തിക്കുന്ന, ആ ഏജിനേക്കാൾ മുതിർന്ന ആൾക്കാർ ചിന്തിക്കുന്നതാണ്. ആ രീതിയിലുള്ള കാര്യങ്ങൾ ചിന്തിച്ചാണ് തന്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ വളരെ ആർഭാടപരമായിട്ട് ഇരുവരുടെയും വിവാഹം നടക്കുകയാണ്. ഈ തൗഫീഖിന്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹീനയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഹീന എന്ത് പറഞ്ഞാലും കേൾക്കും, അനുസരിക്കും എന്നുള്ളൊരു നിലയിലായിരുന്നു തൗഫീഖ് നിന്നിരുന്നത്. കാരണം അത്രയധികം ഹീനനെ ഇഷ്ടമായിരുന്നു. ഹീന പറയുന്നത് എന്തും സാധിച്ചു കൊടുക്കാൻ തൗഫീഖ് തയ്യാറായിരുന്നു. കാരണം ഹീനയുടെ വീട്ടിൽ ഹീനയ്ക്കാണ് ഒരുപാടധികം നിബന്ധനകളും തടസ്സങ്ങളും ഉണ്ടായിരുന്നു. ഹീനയുടെ വീട്ടുകാരെന്ന് വെച്ചാൽ അധികം സ്വാതന്ത്ര്യം കൊടുത്തായിരുന്നില്ല ഹീനനെ വളർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഹീനയ്ക്ക് അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും തന്റെ വീട്ടിലുണ്ടായിരുന്നു. നല്ലൊരു ഫോൺ പോലും ഉപയോഗിക്കാൻ ഹീനയ്ക്ക് വീട്ടിൽ കഴിഞ്ഞിട്ടില്ല. ഹീനയുടെ വീട്ടുകാർ കുറച്ച് ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരാണ് കുറച്ച് പഴമയും കാര്യങ്ങളൊക്കെ വെച്ച് പുലർത്തുന്നവരായതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യക്കുറവ് കൊടുക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹീനയ്ക്ക് തൗഫീഖിന്റെ വീട്ടിലേക്ക് വന്നപ്പം ഒരു വേറിട്ട അനുഭവമായിരുന്നു അവിടെ കിട്ടിയിരുന്നത്. കാരണം തൗഫീഖിന്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഹീനയ്ക്ക് എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. ഹീന എന്താവശ്യപ്പെട്ടാലും മേടിച്ചു കൊടുക്കാനും ഹീന എന്താവശ്യപ്പെട്ടാലും സാധിച്ചു കൊടുക്കാനും നിൽക്കുന്ന ഒരു ഭർത്താവിന്റെ വീട്ടുകാരെയുമായിരുന്നു ഹീനയ്ക്ക് കിട്ടിയിരുന്നത്. ഹീന ഭയങ്കര ഹാപ്പി ആയിരുന്നു. തൗഫീഖ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റും കാര്യങ്ങളും ഹീനയ്ക്ക് മേടിച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ തൗഫീഖ് ആണെങ്കിൽ ഹീനയുടെ ഉപയോഗിക്കുന്ന ഫോൺ പഴയതാണെന്ന് കണ്ടപ്പോൾ ആ ഫോൺ ഉടൻ തന്നെ മാറ്റിയിട്ട് ഒരു 60-70 രൂപയുടെ ഒരു ഫോൺ തന്നെ ഹീനയ്ക്ക് മേടിച്ചു കൊടുക്കുകയാണ്. കാരണം അത്രയ്ക്കും ഇഷ്ടമായിരുന്നു തന്റെ ഭാര്യ എന്താവശ്യം പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഭർത്താവായിരുന്നു തൗഫീഖ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തൗഫീഖിന്റെ വീട്ടുകാരും അതുപോലെ തന്നെയായിരുന്നു. ഹീന എന്താവശ്യം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നവരായിരുന്നു. കാരണം അവർക്കും ഹീനയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഹീനയെ കാണാനും നല്ല സുന്ദരിയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ത്രീധനവും കാര്യങ്ങളൊക്കെ ഹീന വിവാഹം കഴിച്ചപ്പോൾ കിട്ടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ തൗഫീഖ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം താൻ സ്നേഹിക്കുന്ന പെണ്ണ് തനിക്കൊപ്പം ഉണ്ട്, താൻ ആഗ്രഹിച്ച രീതിയിലുള്ള ലൈഫ് കിട്ടി, താൻ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ തന്റെ കയ്യിലോട്ട് ഒരുപാടധികം സ്വത്തുക്കൾ വന്നു ചേർന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ തൗഫീഖ് വളരെയധികം ഹാപ്പി ആയിരുന്നു. അങ്ങനെ ആ ഒരു ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു 3 മാസ കാലത്തോളം ആ ലൈഫ് അങ്ങനെ പോവുകയാണ്, അവരുടെ മാരേജ് ലൈഫ്. അങ്ങനെ ഇരിക്കുകയാണ് തൗഫീഖ് പറയുന്നത് തന്റെ വിവാഹം നടക്കുകയാണെങ്കിൽ, അതായത് താൻ സ്നേഹിക്കുന്ന ഹീനയാണല്ലോ, അപ്പൊ ഹീനയ്ക്കൊപ്പം തന്റെ വിവാഹം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദർഗയിൽ പോയി അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം എന്നുള്ള ഒരു നേർച്ച തൗഫീഖ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ തൗഫീഖിന്റെ ഫാമിലിയും ഹീനയും ചേർന്നിട്ട് ഒരു ട്രിപ്പ് പോവുകയാണ് ഒരു ദർഗയിലേക്ക്. ഇവർ പോകുന്ന ആ ടാക്സി ഓടിക്കാൻ വേണ്ടി വന്ന വ്യക്തിയാണ് 21 വയസ്സുള്ള യാസിൻ ബഗോഡ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു യുവാവ്. ആ യുവാവായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് അന്ന് കാർ ഓടിക്കാൻ വേണ്ടി വന്നത്, ആ ടാക്സി ഡ്രൈവറായിട്ട് വന്നത്. അങ്ങനെ യാത്ര ആരംഭിക്കുകയാണ്. ഈ യാത്രയിൽ യാസിനും ഈ ഹീനയും തമ്മിൽ ചെറുതായി കണ്ണുകൾ കൊണ്ട് കഥകൾ പറയാൻ തുടങ്ങി. നമ്മൾ ഈ ചെറിയ സിനിമയിലൊക്കെ കേൾക്കുന്നത് പോലെ ബാക്കിലിരിക്കുന്ന ഹീനയും കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന യാസിനും തമ്മിൽ ഇടയ്ക്ക് കണ്ണുകൾ കോർക്കുകയും കണ്ണുകൾ കൊണ്ട് തന്നെ അവർ സംസാരിക്കാനും തുടങ്ങി. അങ്ങനെ അത് ആ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ തന്നെ യാസിനും ഹീനയും തമ്മിൽ ഒരുപാടധികം അടുത്തു. വീട്ടുകാരും ഭർത്താവും ഒന്നും അറിയാതെ അവർ തമ്മിൽ സംസാരവും കാര്യങ്ങളൊക്കെ ആയി. അതുപോലെ തന്നെ തന്റെ മൊബൈൽ നമ്പർ യാസിന് ഹീന കൈമാറുകയാണ്. കാരണം
യാസിനെ കണ്ടപ്പം ഹീനയ്ക്ക് എന്തോ ഒരു താല്പര്യം യാസിനോട് തോന്നുകയാണ്. അതുപോലെ തന്നെ യാസിനും ഹീനയോട് ഒരു ചെറിയ ഇഷ്ടവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ഇരുവരും ആണെങ്കിൽ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അന്ന് അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അതിനുശേഷം ഇവർ തൗഫീഖ് ഇല്ലാത്ത സമയത്ത് ഫോൺ വിളിച്ച് ഒരുപാടധികം സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ നീണ്ടുപോയി. ആദ്യം ഇവർ സൗഹൃദം പോലെ തുടങ്ങിയ ഒരു ബന്ധം അവസാനം അതൊരു പ്രണയത്തിലേക്ക് വഴിമാറുകയാണ്. എന്നാൽ ഇതൊന്നും തൗഫീഖ് അറിയുന്നില്ല. തൗഫീഖ് തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു, തന്റെ ജോലിക്ക് പോകുന്നു, തന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു, വീണ്ടും ഭാര്യയ്ക്കൊപ്പം നിൽക്കുന്നു. എന്നുവെച്ചാൽ തൗഫീഖ് ഹീനെ കിട്ടിയത് ഒരു സ്വർഗം കിട്ടിയതുപോലെ, അല്ലെ എന്തോ താൻ ആഗ്രഹിച്ചിട്ട് ഒരുപാട് ആൾ ആഗ്രഹിച്ച് തനിക്ക് എന്തോ കിട്ടിയതുപോലെ ആയിരുന്നു തൗഫീഖിന്റെ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. തൗഫീഖ് ആ ഒരു ജീവിത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഹീനയിൽ വരുന്ന മാറ്റങ്ങൾ തൗഫീഖ് അറിയുന്നില്ലായിരുന്നു. അങ്ങനെ കുറച്ചുനാൾ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് തൗഫീഖ് കരുതുകയാണ് ഇവിടെ തങ്ങൾക്കൊരു പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഇത്തിരി കുറവുണ്ട്. കാരണം അമ്മയും അച്ഛനൊക്കെ ഉണ്ട്, പിന്നെ ബന്ധുക്കളൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തനിക്കും തന്റെ ഭാര്യയ്ക്കും ചെറിയൊരു പ്രൈവസി കുറവുണ്ട്. അതുകൊണ്ട് തന്നെ തൗഫീഖ് തങ്ങളുടെ തന്നെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു ഫാം ഹൗസിലേക്ക് താമസം മാറുകയാണ്. തങ്ങൾക്കാവുമ്പം കുറച്ച് പ്രൈവസി കാര്യങ്ങളും കിട്ടും. അതുപോലെ തന്നെ തങ്ങൾക്ക് തങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ തങ്ങൾക്ക് അടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് ഹീനയും കൊണ്ട് തൗഫീഖ് തങ്ങളുടെ തന്നെ മറ്റൊരു ഫാം ഹൗസിലേക്ക് താമസം മാറുകയാണ്. എന്നാൽ ഇത് ഹീനയ്ക്ക് മറ്റൊരു കാര്യത്തിൽ ഉപകാരപ്പെടുകയാണ് ചെയ്തത്. ഉറേഷി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ ഈ തൗഫീഖ് ഇല്ലാത്ത സമയത്ത് യാസിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുവാൻ ഹീന തുടങ്ങി. അങ്ങനെ ആദ്യം ഒരു സൗഹൃദത്തിൽ തുടങ്ങി, അതൊരു പ്രണയത്തിലെത്തി, അവസാനം അതൊരു അവിഹിത ബന്ധത്തിലേക്ക് എത്തുകയാണ്. തൗഫീഖ് ഇല്ലാത്ത സമയത്ത് തൗഫീഖിന്റെ റൂമിൽ തൗഫീഖിന്റെ ബെഡിൽ വെച്ച് തന്നെ ഇരുവരും ബന്ധപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഇത് കുറച്ചുനാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ തന്നെ ഹീന യാസീനോട് പറയുകയാണ്, എനിക്കിനി ഇവിടെയാണ് നിൽക്കാൻ സാധിക്കില്ല, എനിക്കിനി തൗഫീഖിനൊപ്പം ജീവിക്കാനൊന്നും സാധിക്കില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എത്രയും വേഗം കൊണ്ടുപോകണം എന്നുള്ളത് യാസീനോട് പറയുകയാണ്. അങ്ങനെ ഒരു ദിവസം തൗഫീഖ് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് തന്റെ വീട്ടിൽ തന്റെ ഭാര്യയെ കാണുന്നില്ല. വല്ലാണ്ട് പേടിച്ചു പോയി. കാരണം ആ വീട്ടിൽ അവർ രണ്ടുപേരും മാത്രമല്ല, മറ്റാരും വരാറുമില്ല പോവാറുമില്ല. അവരെല്ലാം അന്വേഷിച്ചിട്ടും ഹീനെ കാണുന്നില്ല. അങ്ങനെ തൗഫീഖ് ഉടൻ തന്നെ തൗഫീഖിന്റെ വീട്ടിലും ഹീനയുടെ വീട്ടിലേക്കും വിവരം വിളിച്ച് പറയുകയാണ്. പക്ഷെ എവിടെ നോക്കിയിട്ടും ഹീനയെ കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പൊ ഹീനയുടെ വീട്ടുകാർ വിചാരിക്കുന്നത് തൗഫീഖ് എന്തോ ചെയ്തിട്ട് ഹീനയ്ക്ക് എന്തോ അപകടം പറ്റിയെന്നുള്ള രീതിയിൽ തൗഫീഖിന്റെ പേരിൽ ഒരു കേസ് ഒക്കെ ഫയൽ ചെയ്യുന്നുണ്ട് ഹീനയുടെ വീട്ടുകാർ. എന്നാൽ അവസാനം ഹീന തന്നെ ഒരു കോൾ ചെയ്തിട്ട് ബന്ധുവിനോട് പറയുകയാണ്, ഹീനയുടെ ഒരു ബന്ധുവിനോട് പറയുകയാണ്, ഞങ്ങൾ മഹാരാഷ്ട്രയിലുണ്ട്, ഞാനാണെങ്കിൽ യാസിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി പ്രണയത്തിലാണ്, എനിക്ക് തൗഫീഖിനൊപ്പം ജീവിക്കാനൊന്നും സാധിക്കില്ല, എന്നെ ആരും നിർബന്ധിക്കരുത്, എന്റെ ജീവിതത്തിൽ എന്റെ രീതി എന്നെ വിട്ടേക്ക് എന്ന് പറയുകയാണ്. ഇതറിഞ്ഞ തൗഫീഖിന്റെ വീട്ടുകാരും തൗഫീഖൊക്കെ ഞെട്ടുകയാണ്. തൗഫീഖിന്റെ വീട്ടുകാർ മാത്രമല്ല ഹീനയുടെ വീട്ടുകാരും അങ്ങനെ ഞെട്ടുകയാണ്. അങ്ങനെ ഹീന എവിടാണെന്നുള്ളത് അന്വേഷിച്ചു പോയി ഹീനയുടെ വീട്ടുകാർ ഹീനനും യാസിനും കൂട്ടിക്കൊണ്ട് വരികയാണ്. കൂട്ടിക്കൊണ്ടുവന്ന് അതായത് തൗഫീഖിന്റെ വീട്ടുകാർ ഹീനയുടെ വീട്ടുകാർ യാസിന്റെ വീട്ടുകാർ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഹീന തീർത്ത് പറയുകയാണ് തൗഫീഖിനൊപ്പം തനിക്ക് ജീവിക്കാൻ സാധിക്കുക, തൗഫീഖിനൊപ്പം താൻ പോകുകയില്ല എന്ന് ഹീന അന്ന് തീർത്ത് പറയുകയാണ്. ഹീനനെ ഒരുപാടധികം സ്നേഹിക്കുകയും ഒരുപാടധികം വിശ്വസിക്കുകയും ചെയ്ത തൗഫീഖിന് അതൊരു വലിയ ആഘാതമായിരുന്നു. ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുക, അയാളെ വിവാഹം കഴിച്ച് സ്വന്തമാക്കുക, എന്നാൽ വിവാഹം കഴിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ വ്യക്തിയെ തനിക്ക് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോഴേക്ക് അതും ആ വ്യക്തി ചതിച്ച് മറ്റൊരാൾക്കൊപ്പം പോകാന്ന് പറയുമ്പോഴേക്ക് അതൊരിക്കലും താങ്ങാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല തൗഫീഖിന് ഉണ്ടായിരുന്നത്. കാരണം അത്രയധികം ഹീനനെ ആത്മാർത്ഥമായിട്ടായിരുന്നു സ്നേഹിച്ചിരുന്നത്. അങ്ങനെ ഹീനയുടെ ഈ പ്രവൃത്തി തൗഫീഖിനെ വലിയൊരു മാനസിക വൈകല്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. തൗഫീഖിന് തന്നെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി. തൗഫീഖ് ആണെങ്കിൽ വിഷാദ രോഗത്തിന് അടിമയാവാൻ തുടങ്ങി. മാത്രമല്ല പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ആ ഗ്രാമത്തിൽ തന്നെ ഉള്ളവരുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഈ തൗഫീഖ് കേൾക്കാനിടയായി. അതുകൊണ്ട് തന്നെ തൗഫീഖിന്റെ മാനസിക നില തെറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ ഹീനയും യാസിനും താമസിച്ചുകൊണ്ടിരുന്നത് ഹീനയുടെ തന്നെ വീട്ടിലായിരുന്നു. കുറച്ചുനാൾ അവർ അവിടെ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ചുനാൾ വലിയ പ്രശ്നമൊന്നുമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം തൗഫീഖ് ഹീനയുടെ വീട്ടിലേക്ക് വരികയാണ്. അതായത് കുറച്ചു നാളായിട്ട് തൗഫീഖിന്റെ മാനസിക നില ശരിയല്ല, ഈ വിഷാദ രോഗം കാര്യങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് ഒരു ആത്മഹത്യയുടെ വക്കിൽ എത്തി നിൽക്കുന്ന തൗഫീഖ് നാട്ടുകാരുടെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലും ബാക്കിയുള്ള ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ ആയപ്പോഴത്തേക്ക് തൗഫീഖിന്റെ നില മാറുകയാണ്. ആത്മഹത്യ എന്നുള്ള നിലയിൽ നിന്നും കൊലപാതകത്തിലേക്ക് എത്തിയാണ്. തന്റെ ജീവിതം തകർത്ത, തന്നെ ഇത്രയധികം ദുരിതത്തിലായിട്ട് മറ്റുള്ളവരുടെ തന്നെ ഒരു കോമാളിയാക്കി മാറ്റിയവരെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കണം എന്ന് വിചാരിച്ച് തൗഫീഖ് നേരെ ഹിനയുടെ വീട്ടിലേക്ക് ഒരു മൂർച്ചയുള്ള വാളുമായിട്ട് ചെല്ലുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഹീനനെ തൗഫീഖ് വെട്ടിവീഴ്ത്തുകയാണ്. ഇത് കണ്ടുകൊണ്ട് വന്ന യാസിൻ തിരിഞ്ഞ് ഓടാൻ ശ്രമിക്കുന്നിടയ്ക്ക് യാസീനും അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തുകയാണ്. ഇത് കണ്ടുവന്ന ഹീനയുടെ മാതാപിതാക്കളെയും തൗഫീഖ് ആക്രമിക്കുകയാണ്, എന്നാൽ അവരെ കൊല്ലില്ല. അവിടെ നിന്ന് തൗഫീഖ് കടന്നു കളയുകയാണ് ചെയ്യുന്നത്. പോലീസുകാരും നാട്ടുകാരും ഒക്കെ തൗഫീഖിനെ ഒരുപാടധികം അന്വേഷിക്കുന്നുണ്ടായിരുന്നു, എന്നെ കണ്ടുകിട്ടാൻ സാധിച്ചില്ല. തൗഫീഖിന് ചെയ്തിട്ട് ഒളിവിലേക്ക് പോവുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഈ ഹീനയുടെ വീട്ടുകാരെ മഹാരാഷ്ട്രയിലെ മീറാജിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായിട്ട് അഡ്മിറ്റ് ചെയ്യുകയാണ്. കുറച്ച് നാൾ തൗഫീഖിനെ അന്വേഷിച്ച് നടന്നെങ്കിൽ കുറച്ച് ദിവസത്തിന് ശേഷം തൗഫീഖ് നേരിട്ട് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഹാജരാവുകയാണ് ചെയ്തത്. താൻ ചെയ്ത തെറ്റിൽ ഒട്ടും തന്നെ കുറ്റബോധമില്ല എന്ന് തൗഫീഖ് പറയുകയാണ്. ഈ കേസിന്റെ വിസ്താരം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്.
2024 ജനുവരി മാസം 31 തീയതിയാണ് ഈ കേസിന് ആസ്പദമായുള്ള ഈ സംഭവം നടക്കുന്നത്. ഒരുപാടധികം ആഗ്രഹത്തോടെ, ഇഷ്ടത്തോടെ, സ്വപ്നത്തോടെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുക. ആ വിവാഹ ജീവിതത്തിൽ തന്റെ പാർട്ട്ണർ, ജീവിത പങ്കാളി തന്നെ ചതിച്ച് മറ്റൊരാൾക്കൊപ്പം പോവുക. ഇത് ഒരിക്കലും താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല. അങ്ങനെ ഹീനയുടെ വീട്ടിൽ വെച്ച് തന്നെ അതിക്രൂരമായി ഹീനയുടെ കാമുകനായിട്ടുള്ള യാസീനെയും തൗഫീഖ് വെട്ടിക്കൊലപ്പെടുത്തുകയാണ്. അതിദാരുണമായുള്ള ഒരു കൊലപാതകം തന്നെയായിരുന്നു അത്. എന്തൊക്കെ പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും കൊലപാതകം എന്നും കൊലപാതകം തന്നെയാണ്. ആർക്കും ആരെയും കൊല്ലാനുള്ള ഒരു അധികാരവും ആർക്കും ഭൂമിയിൽ കൊടുത്തിട്ടില്ല. തൗഫീഖിന് ഏത് രീതിയിൽ വേണമെങ്കിലും ചിന്തിക്കായിരുന്നു. പക്ഷെ ഈ ഒരു രീതിയിൽ ചിന്തിച്ചത് തെറ്റായി പോവുകയാണ് ഉണ്ടായത്. കേസിന്റെ വിസ്താരം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. തൗഫീഖ് ഇപ്പോഴും ജയിലിലാണ്. അപ്പോൾ ഈ കേസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സ്നേഹം നമുക്കായി തരിക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.